നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 1202 പുതുവത്സരം പൊതുവെ ഗുണം ചെയ്യും. വ്യാഴം 2-ലാണ്. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. 2-ാം ഭാവം എന്ന് പറയുന്നത് ധനം, വാക്ക്, അനുഭവ ഗുണം, സുഖം ഇതിനെയൊക്കെ ബാധിക്കുന്ന സ്ഥാനമാണ്. അപ്പം വ്യാഴം 2-ൽ നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ നല്ല പുരോഗതിയാണ് കൈവരുന്നത്. സാമ്പത്തികമായി നല്ല നേട്ടം നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് വൈകാതെ നടക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് പുരോഗതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അതുകൊണ്ട് നല്ല സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ലഭിക്കും. വിവിധ വകുപ്പുകളിലും വിഭാഗങ്ങളിലുമായി ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല സമയമാണ്. പുരോഗതി ഉണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കച്ചവട രംഗത്ത് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകാവുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെ പുരോഗതി നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് രംഗത്ത് കൂടുതൽ ലാഭകരമായി മുമ്പോട്ട് പോകാൻ സാധിക്കും. ബിസിനസ് അവസരങ്ങൾ വളരെ കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കും. തികച്ചും നൂതന സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ കച്ചവട രംഗത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിലൂടെ വലിയ ആദായ വർധന നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ നവീനമാക്കുന്നതിലൂടെ, കൂടുതൽ വ്യാപിപ്പിക്കുന്നതിലൂടെ മറ്റൊരു കാര്യവുമുണ്ട്. ഒരു ബിസിനസ് വ്യക്തി എന്നുള്ള നിലയിൽ കൂടുതൽ വലിയ അടിത്തറ സ്ഥാപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളെന്ന വ്യക്തിയെ കൂടുതൽ വലിയ നിലയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി അതിലൂടെ ഉണ്ടാകും. അന്യദേശങ്ങളിൽ IT മേഖലയായാലും ബിസിനസ് രംഗമായാലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. വരുമാന വർധനവുണ്ടാകും. കൂടുതൽ സൗകര്യങ്ങളും കിട്ടും. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ഇനി നിങ്ങളിൽ ചിലർക്ക് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് ഈ പുതുവർഷ ആരംഭത്തിൽ തന്നെ പൂർണ്ണമാക്കി താമസം തുടങ്ങാനുള്ള അവസരമുണ്ടാകും. പുതിയ വീട് പണിയാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും നടക്കും. പക്ഷേ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. കാരണം എന്താണ്? കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഒരല്പം പ്രയാസങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ ഈ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, പണം മുടക്കിയുള്ള പുതിയ കച്ചവട മേഖലകൾ, ഇങ്ങനെ പൈസ മുടക്കി എന്ത് കാര്യം ചെയ്താലും അതിൽ നഷ്ടങ്ങളും ചെറിയ പരാജയങ്ങളും ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അത് പക്ഷേ അശ്രദ്ധ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുടുംബപരമായ കാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധയുണ്ടാകണം. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും സന്തോഷിക്കാൻ സാധിക്കും. കുടുംബപരമായി ശ്രേയസ്സും നേട്ടങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ വളരെ വിസ്മയകരമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. അപൂർവങ്ങളായ നേട്ടങ്ങളിലേക്ക് എത്താവുന്ന സമയമാണ് വരാൻ പോകുന്നത്. കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന രംഗത്തും ആഗ്രഹിക്കുന്നത് പോലെ നേട്ടം കൈവരിക്കാൻ കഴിയും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കൃഷിക്കാർക്കും ഗുണമുണ്ടാകുന്ന കാലഘട്ടമാണ്.
സ്വന്തമായി പലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു അവസരമായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചന നടത്തുന്നവർക്ക് അധികം വൈകാതെ ഈ പുതുവർഷ ആരംഭകാലത്ത് തന്നെ അത് നടക്കാം. അതോടൊപ്പം പ്രണയബന്ധങ്ങൾക്കും നല്ല പരിസമാപ്തി ഉണ്ടാകാവുന്ന സമയമാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുക. കുടുംബപരമായും നിങ്ങൾക്ക് സുഖവും നേട്ടങ്ങളും ഉണ്ടാകും. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ സർവ പുരോഗതിയും കാണുന്നുണ്ട്.